പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പരുത്തിക്കുഴി സർവീസ് റോഡിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന അൽ അറബ് എന്ന തട്ടുകടയിലേക്കാണ്. ഈ തട്ടുകടയിൽ ഒരു വിശേഷമുണ്ട്. എന്താണെന്നല്ലേ, ഇവിടുത്തെ ബിരിയാണിയും കുഴിമന്തിയും നെച്ചോറുമൊക്കെ രുചികരം എന്നാണ് പറയപ്പെടുന്നത്. ഒരു ക്വാർട്ടർ കുഴിമന്തി വാച്ച് നമുക്കതിൻ്റെ രുചികരമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ക്വാർട്ടർ കുഴിമന്തി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ആവുന്നത് 190 രൂപയാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് തട്ടി നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ശരി, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. സാധനം എന്തായാലും കൊള്ളാം, ക്വാളിറ്റി. ഇനി ഇതിൻ്റെ രുചി കൂടി ഞാൻ പറഞ്ഞുതരാം, കഴിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കി പറയാം. ഒരു മിനിറ്റ്. ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ശരി, തക്കാലം എത്രയും മതി എന്നാണ്. കഴിച്ചു നോക്കട്ടെ. ചെറിയൊരു പീസ് കൂടി നിന്ന് എടുക്കാൻ എന്തായാലും. അങ്ങനെ കൊള്ളാം, നല്ല സ്മൂത്തായല്ലേ. കഴിച്ചു നോക്കിയിട്ട് രുചി വിശേഷം പറയാം കഴിച്ചതിന് ശേഷം. ഒരു രക്ഷയില്ല, പൊളി സാധനം. 190 രൂപയേ ഉള്ളൂ. നല്ല സൂപ്പർ സാധനം. കട അറിയാമല്ലോ, പരുത്തിക്കുഴി സർവീസ് റോഡിൽ. കൊള്ളാം, സെറ്റ് സാധനം. 10 വർഷത്തെ പാരമ്പര്യമുള്ള രുചിയുമായി പള്ളിത്തിരിവ് പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് പരുത്തിക്കുഴി സർവീസ് റോഡിൻ്റെ ഓരത്തേക്ക് മാറിയ നമ്മുടെ സ്വന്തം അൽ അറബ് തട്ടുകട ഇപ്പോൾ ഇവിടെ പരുത്തിക്കുഴിയിൽ സജീവമായി കഴിഞ്ഞു. സാബിക് ഷായുടെ കൈപുണ്യത്തിലൊരുങ്ങുന്ന കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും നെച്ചോറുമൊക്കെ പണ്ടേ പ്രശസ്തമാണെങ്കിലും വൈകുന്നേരമായാൽ ഇവിടുത്തെ കാഴ്ചകളൊന്ന് വേറെ തന്നെയാണ്. കാന്താരി ചിക്കൻ, ബീഫ് റോസ്റ്റ്, പോത്ത് റോസ്റ്റ്, ചിക്കൻ പെരട്ട്, പിന്നെ വായിൽ കപ്പലോടുന്ന കോട്ടയൻ മീൻകറി തുടങ്ങി നാവിനെ കൊതിപ്പിക്കുന്ന വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഇപ്പോൾ ഈ പരുത്തിക്കുഴി സർവീസ് റോഡിൻ്റെ ഓരത്തുണ്ട്. രാത്രി ജോലി കഴിഞ്ഞ് വരുന്നവർക്കും യാത്രക്കാർക്കും വിശപ്പടക്കാൻ പുലർച്ചെ 3 മണിവരെ തണലായി ഈ അൽ അറബ് കൂടെയുണ്ടാകും. നല്ല ഭക്ഷണം തേടി അലയുന്നവർക്ക് ഇനി ഒട്ടും ആലോചിക്കേണ്ട, നേരെ പരുത്തിക്കുഴി സർവീസ് റോഡിലേക്ക് പോന്നോളൂ. സാബിക് ഷായുടെ സ്പെഷ്യൽ രുചികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്.